എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കും മുൻഗണന നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ്. സമസ്ത മേഖലകളെയും ഉൾപ്പെടുത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നിലമ്പൂർ ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങളിലെ നെടുന്തൂണാണ് ചുങ്കത്തറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം. മാതൃശിശു സംരക്ഷണം, ജീവിതശൈലി രോഗ നിയന്ത്രണം, പാലിയേറ്റീവ് പരിചരണം, SC/ST വിഭാഗക്കാർക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, അതിദരിദ്രർക്കായുള്ള പ്രത്യേക ചികിത്സാ ക്യാമ്പുകൾ എന്നിങ്ങനെ പൊതുജനാരോഗ്യത്തിന്റെ എല്ലാ മേഖലകളിലും ചുങ്കത്തറ CHCയുടെ പ്രവർത്തനങ്ങൾ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഫണ്ട് സമാഹരണത്തിലൂടെ ഡയാലിസിസ് സെന്ററിൽ 3-4 ഷിഫ്റ്റുകൾ നടപ്പാക്കിയും കേൾവി, സംസാര വൈകല്യം എന്നിവയ്ക്കായി ആയുഷ് മൈസൂരിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്റീച്ച് സെന്റർ യാഥാർത്ഥ്യമാക്കിയും അതിലൂടെ ശ്രവണ സഹായം നൽകിയും മികച്ച രീതിയിലുള്ള ഫിസിയോതെറാപ്പി സെന്ററും ആധുനിക മെഷീനുകളുടെ സൗകര്യത്തോടുകൂടി നടത്തുന്ന കാഴ്ച പരിശോധനയും അതിലൂടെ സൗജന്യ കണ്ണട വിതരണവും ലാബിലെ എല്ലാവിധ പരിശോധനകളും നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് ലാബും വീട്ടിലെത്തി പരിശോധനയും ആവശ്യമായ ഉപകരണങ്ങളും നൽകുന്ന സെക്കൻഡറി പരീക്ഷയും തുടങ്ങിയ സേവനങ്ങളിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുങ്കത്തറ CHCയുടെ മുഖച്ഛായ മാറ്റി മികച്ച സൗകര്യങ്ങളും പുതുതായ കെട്ടിടങ്ങളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടും ആയതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധരാണ്. 1512 രൂപയും ആകെ ചെലവ് 16,05,75,220 രൂപയുമാണ്. രൂപയും നീക്കിയിരിപ്പ് 8,71,88,292 രൂപയും പ്രതീക്ഷിച്ചുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുരോഗതിയുടെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ പൂർണ്ണ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടും 2026-27 വാർഷിക ബഡ്ജറ്റ് വിശദമായ ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കും ആധികാരികമായി നിങ്ങൾക്ക് മുന്നിൽ സമന്വയം സമർപ്പിക്കുന്നു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ ബജറ്റിലാണ് ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കും കൂടുതൽ ഫണ്ട് നീക്കിവച്ചിട്ടുള്ളത്. 28,87,87,512 രൂപ വരവും 16,05,75,220 രൂപ ചെലവും 8,71,88,292 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് സീനത്ത് നൌഷാദ് അവതരിപ്പിച്ചത്. ഭവന പദ്ധതിക്ക് 3,73,39,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 1,85,33,666 രൂപയും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കായി 1,95,76,222 രൂപയും വകയിരുത്തിയിട്ടുള്ള ബജറ്റിൽ വനിതാ ഘടക പദ്ധതിക്ക് 66,41,580 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. SC/ST വിഭാഗങ്ങൾ, വയോജനങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്പോർട്സ് അക്കാദമിക്ക് പൂച്ചക്കുത്തിൽ 4 ഏക്കർ 9.5 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ DPR തയ്യാറാക്കാൻ 5 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര പറഞ്ഞു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഡ്രീം പ്രൊജക്ട് എന്ന് പറയുന്നത് ഞങ്ങള് സ്പോർട്സ് അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ്. അത് പൂച്ചക്കുത്ത് ഞങ്ങൾക്ക് 4 ഏക്കർ 9.5 സെന്റ് സ്ഥലത്ത് ഞങ്ങളൊരു സ്പോർട്സ് അക്കാദമി, ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറകളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അക്കാദമി തുടങ്ങുന്നത്. അതിൻ്റെ DPRന് വേണ്ടിയിട്ട് ഞങ്ങൾ 5 ലക്ഷം രൂപ ഞങ്ങൾ വകമാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടിസം പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ പദ്ധതി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ SC/ST സമഗ്ര വികസനം അതിന് ഞങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് കായിക ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പോർട്സ് കിറ്റ് വിതരണം, അതാണ് ആ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്കും ഞങ്ങൾ പണം മാറ്റിവെച്ചിട്ടുണ്ട്. പരിമിതമായ സാഹചര്യത്തിലും എല്ലാ മേഖലകളെയും പരിഗണിച്ചാണ് സീനത്ത് നൌഷാദ് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജസ്മൽ പുതിയറ, കവിത, ബുഷ്റാബി, സെക്രട്ടറി D നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബജറ്റിന്റെ ചർച്ച നാളെ നടക്കും. എ പ്ലസ് വിഷൻ, നിലമ്പൂർ.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.